ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു അവെയർനെസ്സോ ക്ലാരിറ്റിയോ സ്റ്റുഡൻസിനും ഇല്ല, പാരൻസിനും ഇല്ല. ഇപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഒരു എക്സ്പേർട്ടായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഗോ ത്രൂ എ ബേസിക്സ് ഓഫ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോഴും അറിയുന്നത് ഒരു 7 കരിയർ തന്നെയായിരിക്കും. അന്ന് നമ്മൾക്ക് എന്തൊക്കെയാണോ ഏകദേശം അറിഞ്ഞിരുന്നത് അതൊക്കെ തന്നെയാണ് ഇന്നും കൺവെൻഷനലി പാരന്റ്സിന് അറിയുന്നത്. വന്നിരിക്കുന്ന ഐ തിങ്ക് AI ചെയ്യാൻ സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്. ഈ അവയർനെസ് കൊടുക്കൽ വളരെ നിർബന്ധം എന്നുള്ളത് എൻ്റെ കഴിഞ്ഞ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി. ഇതൊരു ടൂള് മാത്രമാണല്ലോ, ആൻഡ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് ഇതിന് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റിയേക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ടെസ്റ്റിൻ്റെ ഇതിനുകൊണ്ട് മാത്രമായിരിക്കരുത് ഒരു കുട്ടിയുടെ ഭാവി തീരുമാനിക്കേണ്ടത്. That can be just a guidance thing. Okay, what we are doing is actually നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സിലബസ് വെച്ചിട്ടാണ് അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്ക് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്തത്. ദേ ഷുഡ് ബി റിയലി പ്രിപ്പയർഡ്. ഇത് അൾട്ടിമേറ്റ്ലി ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റിയിൽ വന്ന് പെടാൻ പാടില്ല. സോ ഈക്വലി ടേക്കിംഗ് കൺസിഡറേഷൻ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് സിറ്റുവേഷൻസ് നമ്മൾ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാവും ഇനി തൊട്ടിട്ടുണ്ട് നമ്മുടെ മോട്ടോ ഓഫ് വർക്ക്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഈ സൊല്യൂഷനിൽ നമ്മൾ അവെയർനെസ് ആണല്ലോ നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പ്. അപ്പോൾ ഈ അവെയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടുവന്നിരിക്കുന്നത് UAE എനിക്ക് വരുന്ന 95% എൻക്വയറീസും മക്കളെ കുറിച്ചിട്ട് എന്താണ് അവരെ പൊട്ടൻഷ്യൽ എന്നുള്ളതിൻ്റെ ഒരു അവെയർനെസ് ഇല്ലാതെ മാർക്കറ്റ് ഇപ്പോൾ പറയും ഇറ്റ്സ് എ സീസൺ ഓഫ് എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ന് എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ പഠിക്കുന്ന ടൈമിൽ മെഡിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഭയങ്കര പിന്നെ അതുപോലെ ഇടയ്ക്ക് വെച്ചൊന്ന് ബയോടെക്നോളജി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോഴും അറിയുന്നത് ഒരു 7 കരിയർ തന്നെയായിരിക്കും. അന്ന് നമ്മൾക്ക് എന്തൊക്കെയാണോ ഏകദേശം അറിഞ്ഞിരുന്നത് അതൊക്കെ തന്നെയാണ് ഇന്നും കൺവെൻഷനലി പാരന്റ്സിന് അറിയുന്നത്. വന്നിരിക്കുന്ന ഐ തിങ്ക് AI ചെയ്യാൻ സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്, ഈ 3 എണ്ണമാണ് എക്സ്ട്രാ പറഞ്ഞു വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു അവെയർനെസ്സോ ക്ലാരിറ്റിയോ സ്റ്റുഡൻസിനും ഇല്ല, പാരൻസിനും ഇല്ല. അപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഒരു എക്സ്പേർട്ടായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഗോ ത്രൂ എ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് ഓരൽസ് BCA. ഇത് കഴിഞ്ഞ് ഹി ഹാവ് ടു ഡു അറ്റ്ലീസ്റ്റ് 4 or 5 ലേയേഴ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഇത് അറിയാതെയാണ് നേരെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവണമെന്ന്. ഇതിൽ പൈത്തൺ പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ഡാറ്റ സയൻസിനൊക്കെ കുറിച്ചിട്ട് പറയുന്നവർക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെയൊക്കെ ബേസിക്സ് എന്നുള്ളത്, റിയാലിറ്റി എന്നുള്ളത്. ഈ അവയർനെസ് കൊടുക്കൽ വളരെ നിർബന്ധം എന്നുള്ളത് എൻ്റെ കഴിഞ്ഞ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി. അന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ GCC മീറ്റിൽ, എത്തിഹാദ് അറീനയിൽ ഉണ്ടായിരുന്ന മീറ്റിൽ നമ്മൾ കണ്ട സ്റ്റുഡൻസിൻ്റെ അന്ന് ഏകദേശം നമുക്ക് ക്ലിയർ ആണ്. അതായത് ഇവരുടെ ഒരു അവെയർനെസ് സെഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻട്രാക്റ്റഡ് വിത്ത് സം പാരൻസ് ഓൾസോ. പാരൻസിനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം മിസ്സിങ് ആണ്. ആക്ച്വലി ഇവർക്ക് എന്താണ് എക്സാക്ട്ലി വേണ്ടത് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് മിസ്സിങ് തന്നെയാണ്. അവെയർനെസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓവറോൾ അവെയർനെസ് ഉണ്ട്, പക്ഷേ അത് സ്പെസിഫിക് അവെയർനെസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി വരുന്ന കാലത്തേക്ക് എനിക്ക് തോന്നുന്നു നമുക്കത് സ്പെസിഫിക് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം ഡിഫിക്കൽട്ട്. അതെ, ഒരു ജനറിക് ജോബ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അതെ, അപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റുഡൻറ്റിന് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു അവെയർനെസ് പാരൻസിനും കൊടുത്ത്, ഇനി പാരൻസിൻ്റെ ഡ്രീം ആണെങ്കിലും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഹാഷ് ട്രൂത്ത് നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് വില്ലന്മാരാവും, അല്ലെങ്കിൽ നമ്മൾ നന്നായി പോവുകയും ചെയ്യും. എന്നാലും നല്ലതാണ്, വില്ലന്മാരായാലും കുഴപ്പമില്ലല്ലോ. അതായത് അൾട്ടിമേറ്റ്ലി ഒരു കുട്ടി കിടന്നിട്ട് ഇങ്ങനെ സഫർ ചെയ്യുന്നതിന് കാണുന്നതിനേക്കാളും നല്ലതാണല്ലോ. അറ്റ്ലീസ്റ്റ് വിൽ ബി ഹാപ്പി, ഓക്കെ ഫൈൻ, വി ഹാവ് ഡൺ അവർ പാർട്ട്. അത് നമ്മൾ ഷുവറായിട്ട് മാത്രമാണല്ലോ പറയുന്നത്. അതായത് വെറുതെ ഒരു ഗസ് വർക്കിൻ്റെ പുറത്ത് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ പണ്ട് നമ്മൾ ഷെഫിനൊക്കെ ഓർമ്മയുണ്ടാവും, ചെറുപ്പത്തിലൊക്കെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയർ ഗൈഡൻസിന് പോകാമെന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അവിടെ പോയിട്ട് മറ്റേ സെറ്റപ്പാണ്, നീ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, നീ സിവിൽ എഞ്ചിനീയർ, നീ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇത് ഞാനിപ്പോൾ ഇന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ എന്തിൻ്റെ ബേസിലാണ് ഈ പറഞ്ഞിരുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര കൈൻഡ് ഓഫ് ഒരു ഭയങ്കര ഒരു എന്താ പറയുക. കുറച്ച് ടീമുകൾ ചെയ്തിരുന്നു, ലൈക്ക് വെറും ഈ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് സാധനം മാത്രം പറഞ്ഞു വിടും. പക്ഷെ അത് എങ്ങോട്ടാ പോണ്ടേ, എങ്ങനെ പോണ്ടേ, എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സംസാരിച്ച
ആ ഒരു പാരൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞല്ലോ, സൈക്കോമെട്രിക് ചെയ്തൊരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞതും അത് തന്നെയാണ്. അവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ആർട്സിലാണ് കഴിവെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ആർട്സ് എന്തായിരുന്നു എന്നുള്ളത്, ആർട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. ഈ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ആണ് നമ്മുടെ ഇനീഷ്യൽ പ്രോസസ്സ് എന്നുള്ളത്. നമ്മൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം വേണ്ടത് പാരൻസിനാണ്. സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി അവയർനെസ് വേണം, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി ദെയർ ലൈഫ്. അതിനേക്കാളും കൂടുതൽ അവയർനെസ് വേണ്ടത് പാരൻസിനാണ്. പല പാരൻസിൻ്റെയും എക്സ്പെക്റ്റേഷൻ ഇവിടെയും കിടക്കുന്നുണ്ട്, റിയാലിറ്റി ഇവിടെയാണ് കിടക്കുന്നത്. സോ ദർ ഇസ് എ ബ്രിഡ്ജ്, അത് നമുക്കൊന്ന് ബ്രിഡ്ജ് ചെയ്യേണ്ട, ഐ മീൻ ആ ഒരു ഗ്യാപ്പ് ഒന്ന് ബ്രിഡ്ജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അസസ്മെൻറ്റിലേക്കാണ്. ഹൗ സ്റ്റുഡൻറ്റ് ഷുഡ് ബി അസസ്ഡ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഷ്യാമിന് ഓൾറെഡി അസസ്മെൻറ്റ് നമുക്ക് ഇതൊരു നമുക്ക് ഇതിൻ്റെ ഒരു ജനറിക് ടേം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സൈക്കോമെട്രിക് അസസ്മെൻറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, പക്ഷേ ഈ സൈക്കോമെട്രിക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം. കുറേ ആൾക്കാർ സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് റിയലി ഗുഡ് ഓൾസോ, റൈറ്റ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വി കാൺ കംപ്ലീറ്റ്ലി റിലേ ഓൺ എ ടൂൾ ഓൺലി. ഇതൊരു ടൂള് മാത്രമാണല്ലോ, ആൻഡ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് ഇതിന് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റിയേക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ടെസ്റ്റിൻ്റെ ഇതിനുകൊണ്ട് മാത്രമായിരിക്കരുത് ഒരു കുട്ടിയുടെ ഭാവി തീരുമാനിക്കേണ്ടത്. ദാറ്റ് ക്യാൻ ബി ജസ്റ്റ് എ ഗൈഡൻസ് തിങ്. ഓക്കെ, വാട്ട് വി ആർ ഡൂയിങ് ഇസ് ആക്ച്വലി വി ആർ ചെക്കിങ് ഓൾമോസ്റ്റ് ലൈക്ക് സം 56 പാരാമീറ്റേഴ്സ്. ആദ്യം ഈ ഒരു പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ റിയാലിറ്റി. ആൻഡ് പിന്നെ ഒരു കൗൺസിലിംഗ് സെഷനിലാണ് നമ്മൾ ഇതിനൊക്കെ ഒന്ന് കുട്ടീൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ആളിപ്പോൾ ഒരു സം ചോയ്സസ് ദർ, എന്തോ ഒരു സാധനം ചോയ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരാനുള്ളൊരു കാരണം എന്താണ്? ജസ്റ്റ് റാൻഡമായിട്ട് വന്നതാണോ, ഓർ റിയലി അതിലേക്ക് തന്നെയാണോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കതൊന്നൊന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാനുണ്ടായിരിക്കണം ആക്ച്വലി. അപ്പോൾ സ്റ്റുഡൻസ് വിൽ ടേക്ക് ദം ത്രൂ എ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിലൂടെ എടുത്ത് കഴിയുമ്പോഴേക്ക് തന്നെ വിൽ ഹാവ് എ ക്ലാരിറ്റി ലൈക്ക് ഹൗ ദിസ് ഹാസ് ടു ബി ഡൺ എന്നുള്ളത്. പിന്നെ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, സേ ഒരു 12th പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. വിൽ ബി ടേക്കിംഗ് ദം ത്രൂ ആൻ അസസ്മെൻറ്റ്. ആ അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ആൻ ഐഡിയ ഓഫ് ലൈക്ക് ഹൗ ദ പ്രൊഫൈൽ ഓഫ് ദ സ്റ്റുഡൻസസ്. ഇപ്പം ഒരു കുട്ടീൻ്റെ അടുത്തും സംസാരിച്ച് പാരൻസിൻ്റെ അടുത്തും സംസാരിച്ചിട്ട് നമ്മളൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഹീ വാണ്ടഡ് ടു ബി ഇൻ ടു ദ ഫൈനാൻസ് സൈഡ് ഓർ മേ ബി എ BCom സൈഡ്, അല്ലേ, BCom ഓർ ഫൈനാൻസ്. അപ്പം ഫൈനാൻസ് സൈഡ് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇയാൾക്ക് പറ്റിയ കോഴ്സ് എന്തൊക്കെയായിരിക്കും. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ ഒരു ഫൈനാൻസ് ആംഗിൾ നോക്കേണ്ടത്, അതായത് പാരൻസിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് വയബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇന്ത്യയിലേക്കാണോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ബെസ്റ്റ് കോളേജസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് നോക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഈ കുട്ടി എന്തൊക്കെയായിരിക്കും പഠിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പോഴും ഏതോ ഒരു ഡിസ്കഷനിൽ നമ്മൾ സംസാരിച്ച ഒരു കാര്യമാണ്, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സിലബസ് വെച്ചിട്ടാണ് അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്ക് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ദേ ഷുഡ് ബി റിയലി പ്രിപ്പയർഡ്. ഇത് പഠിക്കാൻ പോകുന്നതിൻ്റെ മുമ്പേ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഒരു 3-year ഡിഗ്രി ഓർ 4-year ഡിഗ്രി പഠിക്കാൻ പോകുന്നതിൻ്റെ മുമ്പേ തന്നെ ഈ 4 വർഷം ഞാൻ എന്താ പഠിക്കാൻ പോകുന്നത്, ഓരോ സെമിസ്റ്ററിലും എന്തൊക്കെ സബ്ജക്ട്സ്, ഈ സബ്ജക്ട്സിൻ്റെ റിലവൻസ് എന്താണ്, ഇത് ഞാൻ പഠിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ സൈഡിൽ നിന്ന് ഈ സബ്ജക്റ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് എന്താണ്, എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇതിലേക്ക് ഇടേണ്ട കോൺട്രിബ്യൂഷൻസ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ സ്റ്റുഡൻസിന് അവെയർ ആണെങ്കിൽ മാത്രമേ ആ ഒരു പാത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മൾ പറയുന്ന രീതിയിലേക്ക് ഒരു 4 വർഷം കഴിയുന്ന സമയത്തേക്ക് he will have a portfolio with him. ഒരു CVയും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. He'll be job ready, I'll say. അവിടുന്ന് വെദർ he has to go for a job or maybe he has to think of a masters എന്നുള്ളത് നമ്മൾ ആ ഒരു മിഡിൽ സ്റ്റേജിൽ വെച്ചിട്ട് ആലോചിക്കേണ്ടതാണ്. നമ്മൾ അതിനുള്ളൊരു ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. ഇനി ഇൻ കേസ് ഇപ്പോൾ ആ ഒരു സമയത്തേക്ക് സ്റ്റുഡൻറ്റ് വന്നിട്ട് പറയുകയാണ് ഐ വാണ്ടഡ് ടു ബി ഇൻ ടു ദിസ് മാസ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്, ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് നെക്സ്റ്റ് ഒരു 5-6 ഇയേഴ്സിലേക്കുള്ള റോഡ് മാപ്പാണ്. അത് പിടിച്ചിട്ട് അവർക്കൊരു ദാറ്റ് ക്യാൻ ബി എ ടോർച്ച് ലൈറ്റ്, അങ്ങനെ വേണമെങ്കിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത എൻ്റെ ഒരു സ്കൂൾ അലുമിനിത്തെ ഒരു ഫ്രണ്ടിൻ്റെ മകന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു കാര്യം, ഷീ വാസ് റിയലി ഇംപ്രസ്ഡ്. ഷീ വാസ് ടെല്ലിങ് മീ ലൈക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും വെൻ ഹീസ് പ്രിപ്പയറിങ് ഇറ്റ് സെൽഫ് എന്നുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസൈറ്റ് എന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. കാരണം അങ്ങനത്തെ ഒരു പ്രൊഫൈൽക്കായിരുന്നല്ലോ ആ കുട്ടി പോവാൻ ഉദ്ദേശിച്ചിരുന്നത്. അതെ. പക്ഷേ ആൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ദാറ്റ് ലോജിക് ഷുഡ് ബി ദർ. ആ ഒരു പ്രാക്ടിക്കൽ, ഇതൊക്കെ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ഇൻസൈറ്റ് എന്ന് വരുന്നതാണല്ലോ. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് സൈക്കോമെട്രിക്സ് മാത്രം ചെയ്യുന്ന, സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഒരാൾക്ക് ദേ ഡസൻറ്റ് ഹാവ് എൻ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്.
അല്ലേ? നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വി ഹാവ് ബീൻ ഡൂയിങ് ദിസ്. ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് വി ഹാവ് ബീൻ ഇൻ ടു ദിസ് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആൻഡ് വി ആർ വർക്കിംഗ് വിത്ത് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ യു ആർ വർക്കിംഗ് വിത്ത് സൈബർ സെക്യൂരിറ്റി. ഐ യൂസ് ടു വർക്ക് വിത്ത് AI ആൻഡ് റോബോട്ടിക്സ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് മോസ്റ്റ് ടെക്നോളജീസിലാണ് നമ്മൾ വർക്ക് ചെയ്തതും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും. ബാങ്കിങ് സെക്ടർ ഓൾസോ, ഫൈനാൻസ് ഓൾസോ ഇറ്റ് ഈസ്. സോ നമുക്കിത് ഏകദേശം അറ്റ്ലീസ്റ്റ് അടുത്തൊരു 10 വർഷത്തേക്ക് എന്താണ് എന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മളെടുത്തുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അൺസർട്ടൻ. എല്ലാവരെ പോലെ നമ്മളും കൈൻഡ് ഓഫ് ബ്ലാങ്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ തിങ്സ് ആർ മൂവിങ് ദാറ്റ് ഫാസ്റ്റ്. അപ്പം സ്റ്റുഡൻസിന് ഒരിക്കലും നമ്മളിനി പ്രിപ്പയർ ചെയ്യേണ്ടത് അവരുടെ സബ്ജക്ട്സ് വെച്ചിട്ടല്ല, അവരുടെ സ്കില്ല് വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എനിക്ക് ഇത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുന്നെയൊക്കെ എന്ന് വെച്ചാൽ കോഡിങ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കോഡിങ് അറിയണം എന്നുള്ളത്. ഇന്ന് പക്ഷേ കോഡിങ് അറിയേണ്ട കാര്യമില്ല, അതിൻ്റെ ബേസിക് ലോജിക് ഉണ്ടായാൽ മതി. ഉണ്ടല്ലോ. അതെ, അതായത് ബേസിക് ലോജിക് ഉണ്ടായിട്ട് ഇതിനെ എങ്ങനെ വർക്ക് ചെയ്യിക്കണം എന്നുള്ളത് അറിഞ്ഞാൽ മതി. പ്രോംപ്റ്റിങ് അറിയണം. പക്ഷേ ആ പ്രോംപ്റ്റിങ്ങിനുള്ള സീഡ്സും നമ്മളിപ്പോഴേ ഈ കുട്ടിക്ക് ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹീൽ ബി കൈൻഡ് ഓഫ് ലെഫ്റ്റ് ബിഹൈൻഡ്, അല്ലേ? നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മന്തിൽ നമ്മുടെ കുറേ ഒന്നിച്ച് ട്രാവൽ ചെയ്ത സമയത്തേക്ക് വി മെറ്റ് എ ലോട്ട് ഓഫ് പ്രൊഫഷണൽസ്, അല്ലേ? അതിൽ ലോയേഴ്സ് ഉണ്ട്, സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരുടെ അടുത്തൊക്കെ നമ്മൾ കണ്ട ഒരു കോമൺ തിങ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ ലൈക്ക് നോട്ട് മച്ച് അവെയർ അബൌട്ട് ഹൗ ദേ ആർ ജോബ്സ് ആർ ഗോയിങ് ടു ഗെറ്റ് എഫക്റ്റഡ് വിത്ത് AI, അല്ലേ? നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്തേക്ക് ഇവർ അതിൻ്റെ സീരിയസ്നെസ്സിൽ അത് മനസ്സിലാക്കുന്നുമില്ല. ഇപ്പോഴും അവരൊക്കെ ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് AI ചോദിക്കുന്നത്. ഇപ്പോൾ ChatGPT ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് മീ എ മെയിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് നമ്മളുടെ ഇൻ്റലിജൻസും വെച്ചിട്ട് ഇതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാന്നുള്ള തോട്ട് പ്രോസസ്സ് ഒന്നും ദർ ഇസ് നോട്ട് ദർ ആക്ച്വലി. ഇതാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻസിന് ഹീൽ ഹാവ് എ ബ്രീഫ് ഓഫ് ഓൾ ഓഫ് ദീസ് തിങ്സ്. അറ്റ്ലീസ്റ്റ് ഒരു ഇത്രയും ടർബലൻ്റ് ആവാൻ പോകുന്ന ഒരു ജോബ് മാർക്കറ്റിലേക്ക് വാട്ട് ഓൾ സ്കിൽസ് ഹി ഷുഡ് ഹാവ് എന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവിലൂടെയാണ് വി ആർ ടേക്കിംഗ് ദം. ഇപ്പോൾ ഈ 2 സെഷനും കഴിയുമ്പോഴാണ് പിന്നീട് നമ്മുടെ എക്സിസ്റ്റിംഗ് എക്സ്പെർട്ടീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എവിടെയാവും അവർക്ക് ബെസ്റ്റ് ചോയ്സ് ഓഫ് അഡ്മിഷൻ. അതുകൊണ്ട് തന്നെ വി ആർ നോട്ട് പ്രൊമോട്ടിങ് എനി കൺട്രി. അതെ, ഇപ്പോൾ ജർമ്മനിക്ക് പോകണോ, വി ക്യാൻ ഡു ഇറ്റ്. UK പോകണം, ജർമ്മനിക്ക് പോകാൻ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഓക്കെ ആയിട്ട് അത് പഠിക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആ സ്കിൽ സെറ്റ് വേണ്ട ഒരു രാജ്യത്തേക്ക് പോകേണ്ട ഒരാളെ പിടിച്ചിട്ട് ഞാൻ UK ചെയ്യേണ്ട കാര്യമില്ല. നോർമലി വാട്ട് കൺസൾട്ടൻസീസ് ഡു, ഇപ്പം അതായത് അവർക്ക് ഒരു സെറ്റ് ഓഫ് കൺട്രീസും സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസും ഉണ്ടായിരിക്കും. അതിലേക്ക് മാത്രമല്ലേ തള്ളിവിടേണ്ടതുള്ളൂ. അതായത് അഡ്മിഷൻ ചെയ്യുക എന്നുള്ളതാണല്ലോ. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ആക്ച്വലി നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഇയർ വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു പാരൻ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഹെർ ചൈൽഡ് ഷീ മേ ബി ചിലപ്പോൾ അവരത് കാണുന്നുണ്ടാവും. അവർ ആക്ച്വലി ഹെർ ചൈൽഡ് വാണ്ടഡ് ടു ബി ആൻ ആർക്കിടെക്ട്. അപ്പം അന്നും എനിക്കും ഇങ്ങനെ അവർ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷീ ഡസൻറ്റ് ഹാവ് എ കംപ്ലീറ്റ് ക്ലിയർ പാത്ത് വേ. ഓക്കെ, അവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷീ ഈസ് ഇൻ ഹംഗറി ആൻഡ് ഷീ ഈസ് റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്കന്ന് ലിമിറ്റഡ് ആയിട്ടേ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്കിങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. സോ ഐ കുഡ് ഡു എ വെരി ലിമിറ്റഡ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ ആ കുട്ടിക്കും ഞാനും പറഞ്ഞു കൊടുത്ത ലോജിക്കാണ് ഹൗ ടു തിങ്ക് ഓഫ് ദിസ്. നിങ്ങൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് അവരും നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു കൺസൾട്ടൻസീൻ്റെ ഒക്കെ അടുത്തൊക്കെ പോകാനൊക്കെ നിന്നിരുന്നതായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഒരു ബേസിക് ലോജിക്ക് പറഞ്ഞിട്ടാണ് ഐ കുഡ് ഹെൽപ്പ് ഇറ്റ്. അപ്പോൾ ഇനി വരുന്ന സമയത്തേക്ക് ആക്ച്വലി വി ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ഇൻ എ ബിറ്റ് മോർ ബെറ്റർ വേ. കൺട്രിയോ അത് അവിടുത്തെ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഒന്നിനും ഗ്ലോറിഫൈ ചെയ്യാതെ വാട്ട് എവർ ദേ ഹാവ് ദ റൈറ്റ് ചോയ്സ് എന്നുള്ളത് ചൂസ് ചെയ്ത് ഡൗൺ ദ ലൈൻ വാട്ട് വി ക്യാൻ ഡു ഇസ് ആക്ച്വലി വി വിൽ ബി ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഓൾ ദ കൺട്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കൺട്രിയിലേക്ക് നിങ്ങളെ വിടണമെന്നോ, നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ സിറ്റുവേഷൻസും ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. വി ഡോണ്ട് വാണ്ട് ടു പ്രൊമോട്ട് എനി യൂണിവേഴ്സിറ്റീസ്, വി ഡോണ്ട് വാണ്ട് ടു പ്രൊമോട്ട് എനി കൺട്രി ആസ് വെൽ ആക്ച്വലി. പിന്നെ ഓരോ സിറ്റുവേഷൻസിലും രാജ്യം മാറുമ്പോൾ നമ്മൾ പിന്നെയും കൺട്രി മാറ്റേണ്ടി വരും. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് വിത്ത് ദ അഡ്മിഷൻസ്, റൈറ്റ്? ഇപ്പം ഇന്ന് UK പറ്റിയിട്ട് വളരെ നല്ലത് പറഞ്ഞിരുന്ന ആൾക്കാർ നാളെ ചിലപ്പോൾ UK തള്ളി പറയേണ്ടി വരും. ബിക്കോസ് UK ഡള്ളാവുന്ന സമയത്തേക്ക് വേറൊരു കൺട്രീനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി യു ഹാവ് ടു ഡു ദാറ്റ്. പക്ഷേ ഇതിൻ്റെ ഒരു ബാലൻസ് ഐ തിങ്ക് നോ വൺ ഈസ് ടേക്കിംഗ് ഇറ്റ്. ഇത് അൾട്ടിമേറ്റ്ലി ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റിയിൽ വന്ന് പെടാൻ പാടില്ല.
അതെ ലൈക്ക് ദാറ്റ് ഈസ് ഓൾസോ റിയൽ ഫാക്ടർ. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട റിയൽ ഫാക്ടർ. നമ്മളത് ഡിസ്കസ് ചെയ്യുകയും ചെയ്താൽ, കാരണം ഒരു ഫൈനാൻഷ്യൽ ലൈബിലിറ്റിയിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു അഡ്മിഷൻ ആയി പോവുകയും ചെയ്യരുത് നമ്മൾ ചെയ്യുന്നത്. സോ ഈക്വലി ടേക്കിംഗ് കൺസിഡറേഷൻ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് സിറ്റുവേഷൻസ് നമ്മൾ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാവും ഇനി തൊട്ടിട്ട് നമ്മുടെ മോട്ടോ. യെസ്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ഒരു കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ പാരൻസിന് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വീട്ടിലെന്നും പ്രശ്നമാണ് ഈ പറഞ്ഞ കാര്യം, എന്നോട് പറഞ്ഞു തന്ന കാര്യം എൻ്റെ പാരൻസിനോടും കൂടെ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് റിയലി മേക്ക് സെൻസ് ആക്ച്വലി അല്ലേ. നമ്മൾ ഈ ഉദ്ദേശിച്ച 3 പാർട്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹോപ്പ് വി ഓൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ഹാവിങ് എ പീസ്ഫുൾ ഫാമിലി ലൈഫ്. അവർക്കൊരു നല്ലൊരു കരിയർ ഓൾസോ വി ക്യാൻ സേ ദാറ്റ്, ഫോക്കസ്ഡ് എൻവയോൺമെന്റ് ഫോർ സ്റ്റഡീസ്. അതെ, എന്താ വെച്ചാൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് എല്ലാവരും, ഇപ്പം നമ്മളടക്കം എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു വലിയ ഫാക്ടറാണ് സ്ട്രെസ്. ഇപ്പം നമുക്കിപ്പോൾ രണ്ടുപേർക്കും സ്ട്രെസ് കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ താഴെയുള്ള കുറേ ആൾക്കാർക്ക് സ്ട്രെസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രെസ് കുറവുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വി ഹാഡ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മളിത് ഇഷ്ടപ്പെട്ട് ചെയ്തത് കൊണ്ടാണ് വി ആർ ഡൂയിങ് ദിസ് അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ പണ്ടുള്ള ജോലിയിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ടിട്ട് എനിക്ക് വെറുപ്പാണ്. അയ്യോ ഇന്ന് പോകണമല്ലോ എന്നുള്ള ചിന്തയിലാണ് നോക്കുന്നത്. പക്ഷേ ഇന്ന് ഇറ്റ് ബിക്കേം മൈ ഫ്ലോ സ്റ്റേറ്റ്. റൈറ്റ്. ഇപ്പം എത്ര ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞാലും എത്ര സ്റ്റുഡൻസിന് ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞാലും ഐ എം ഹാപ്പി ടു ഡു ഇറ്റ്. ഇപ്പം നമ്മൾ ഭയങ്കര ഡള്ളായിട്ട് കിടക്കുന്ന സമയത്തേക്ക് സ്റ്റാഫ് ആരെങ്കിലും വന്നിട്ട് സാർ ഒരു പാരൻറ്റ് കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിൽ ബി ലൈക്ക് ഓൾ ആക്റ്റീവ്. അല്ല, കഴിഞ്ഞ ഒരു 2 വീക്സിനുള്ളിൽ നമ്മൾ 8,000 സ്റ്റുഡൻസ് മാർച്ച് ചെയ്ത് പോയ ഒരു പരിപാടിയിലാണ് നമ്മൾ. അതെ. നോർമൽ സ്റ്റേറ്റിലാണെങ്കിൽ ഒരാളെ കൊണ്ട് നടക്കുന്നതല്ല. ഈവൻ ലോസ് മൈ സൗണ്ട് റൈറ്റ്. നമ്മൾ ആഫ്റ്റർ ദാറ്റ് 2 days ഒരു യുവർ കൈൻഡ് ഓഫ് അത് ദാറ്റ് ഈസ്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്തേക്ക് നമുക്ക് ഡ്രോ ഡൗൺ ചെയ്യാം.